ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു കൺട്രോളിംഗ് മെഷറും കൂടിയാണ് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ്. എന്താണ് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ്? എങ്ങനെയാണ് ഇത് ആരോഗ്യത്തെ സഹായിക്കുന്നത്? എന്തൊക്കെയാണ് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഗുണം? ഹായ്, ഞാൻ ഡോക്ടർ ഷിംജി, CMO പ്രകൃതി സൗഖ്യം, കാഞ്ഞങ്ങാട്. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫാസ്റ്റിംഗ്, ഉപവാസം. എന്താണ് ഫാസ്റ്റിംഗ്? ഒരു പ്രത്യേക കാലയളവിലേക്ക് ചില ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണം പൂർണ്ണമായോ ഒഴിവാക്കുന്നതിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫാസ്റ്റിംഗ് പലതരത്തിലുണ്ട്. ഒന്ന് റിലീജിയസ് ഫാസ്റ്റിംഗ് ആണ്. മിക്കവാറും എല്ലാ മതം അനുശാസിക്കുന്ന രീതിയിലുള്ള ഫാസ്റ്റിംഗ് ചെയ്യാറുണ്ട്. മറ്റൊന്ന് പൊളിറ്റിക്കൽ ഫാസ്റ്റിംഗ് ആണ്. ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഫാസ്റ്റിംഗ് ആണ് പൊളിറ്റിക്കൽ ഫാസ്റ്റിംഗ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് തെറാപ്പറ്റിക്കൽ ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ആരോഗ്യ മേഖലയിൽ ഫാസ്റ്റിങ്ങിനെ അല്ലെങ്കിൽ ഉപവാസത്തെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത്. തെറാപ്പറ്റിക്കൽ ഫാസ്റ്റിങ്ങിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ വരുന്നത് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ്? എങ്ങനെയാണ് ഇത് ആരോഗ്യത്തെ സഹായിക്കുന്നത്? ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് എങ്ങനെയാണ് ലൈം ലൈറ്റിലേക്ക് വന്നത്? ഇത് വളരെ കാലം മുമ്പ് തന്നെ പലരും ഉപയോഗപ്പെടുത്തുന്ന ഒരു തെറാപ്പറ്റിക്കൽ മൊഡാലിറ്റിയാണ്. എങ്കിൽ കൂടി 2016 നോബൽ സമ്മാനം നേടിയോടുകൂടിയാണ് ഓട്ടോഫേജി എന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്. ഓട്ടോ എന്ന് പറഞ്ഞാൽ സെൽഫ്, ഫേജി എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ്. സെല്ലുകൾ സ്വന്തമായി വേസ്റ്റ്, അതിനകത്തുള്ള വേസ്റ്റിനെ നശിപ്പിക്കുന്നു, അതിനെ എൻഗൾഫ് ചെയ്യുന്നു, വിഴുങ്ങുന്നു. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അതായത് ഒരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ നമ്മുടെ കോശങ്ങൾക്ക് ആ കോശങ്ങളെ പുനർനിർമ്മിക്കാനുള്ള കഴിവുണ്ട് എന്ന് തെളിയിക്കുകയാണ്. ഈ കഴിവ് ശരീരത്തിന് പ്രകടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടത് അതിന് വേണ്ടുന്ന ഓപ്റ്റിമമായ പരിതസ്ഥിതി, കാലാവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് ഈ പരിതസ്ഥിതി? എങ്ങനെയാണ് സെൽസ് ഓട്ടോഫേജിയിലേക്ക് പോകുന്നത്? അതാണ് ഓട്ടോഫേജിയുടെ ബാക്ക് ബോണായിട്ടാണ് നമുക്ക് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടി പറ്റുക. ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ് ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അടുക്കളയിലുള്ള ഭക്ഷണ വസ്തുക്കളൊക്കെ പാകം ചെയ്തതിന് ശേഷമുള്ള വെസൽസിൻ്റെ അവസ്ഥയാണ് ചില സമയത്ത് കോശങ്ങൾക്ക് ഉണ്ടാവുക. ഈ വെസൽസ് നമ്മൾ ക്ലീൻ ചെയ്യാതിരുന്നാൽ, ക്ലീൻ ചെയ്യാനുള്ള സമയം അവസരവും കൊടുക്കാതിരുന്നാൽ, കണ്ടിന്യൂസ് ആയിട്ട് ആ വെസൽസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ എന്താവും ആ വെസൽസിൻ്റെ അവസ്ഥ? ഇത് തന്നെയാണ് നമ്മൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ചിന്തിക്കേണ്ടത്. ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 12 തൊട്ട് 16 മണിക്കൂർ വരെ, ഓപ്റ്റിമം 16 മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നും 24 മണിക്കൂറിൽ ബാക്കിയുള്ള 8 മണിക്കൂർ മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളതുമാണ്. സ്വാഭാവികമായിട്ടും വൈകുന്നേരം ഒരു 6:30 നമ്മൾ ഡിന്നർ കഴിച്ച് നിർത്തുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഒരു 9-9:30 മണിക്ക് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. ഈ 16 അവേഴ്സിൽ നമ്മൾ ഉറങ്ങുന്ന 8 മണിക്കൂറും ഉൾപ്പെടും എന്നതാണ് ഇതിൻ്റെ ഒരു ഗുണപരമായ കാര്യം. ഓട്ടോഫേജി ശരിയായ രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ 12 മണിക്കൂറിന് ശേഷമുള്ള ഫാസ്റ്റിംഗ് ടൈമിലാണ് ഇത് ആരംഭിക്കുക. അതുകൊണ്ട് 12 മണിക്കൂറിന് ശേഷം ഓട്ടോഫേജി ആരംഭിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിൽ ഓർത്ത് അതിന് മുമ്പേ ഉള്ള ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. 12 to 16 അവേഴ്സ്, 16 മണിക്കൂർ വരെ ഈ ഓട്ടോഫേജി നീണ്ടു നിൽക്കാം. അതുകൊണ്ട് ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് 16 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഫാസ്റ്റിംഗ് ആണ് ഏറ്റവും അഭികാമ്യമായിട്ട് ഉള്ളത്. ഏറ്റവും നല്ല ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് എന്താണ്? ഏറ്റവും നല്ല ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡ്രൈ ഫാസ്റ്റിംഗ് ആണ്. അതായത് ജലപാനം ഇല്ലാതെ, വെള്ളം പോലും കുടിക്കാതെ നിൽക്കുന്ന ഫാസ്റ്റിംഗ് ആണ്. പക്ഷേ ഇനീഷ്യലി ഒരാൾക്ക് അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകാം. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ട്രെയിനിങ് പീരീഡ് എന്ന പോലെ ഫ്രൂട്ട് കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ജ്യൂസസ് കഴിച്ചതുകൊണ്ടോ ഈ ഫാസ്റ്റിങ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അൾട്ടിമേറ്റ്ലി ഡ്രൈ ഫാസ്റ്റിങ്ങിലേക്ക് പോകുന്നതാണ് അതികഠിനമായ അല്ലെങ്കിൽ ക്രിട്ടിക്കലായ പല രോഗങ്ങൾക്കും ഓവർകം ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴിയായിട്ട് പറയാനുള്ളത്. എന്തൊക്കെയാണ് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഗുണം? ലംഘനം പരമൌഷധം എന്നാണ് ഭാരതീയമായ സങ്കല്പങ്ങൾ പറയുന്നത്. അതായത് ലംഘനം, ഭക്ഷണം ഒഴിവാക്കുക എന്നതാണ് പരമമായ ഔഷധം, ദിവ്യമായ ഔഷധം. ഏത് രോഗത്തിനും ഏറ്റവും നല്ല ഒരു ചികിത്സാ മാർഗം തന്നെയാണ് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ്. പക്ഷേ ഇതിൽ സ്പെസിഫിക്കായിട്ട് നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഏറ്റവും ആദ്യത്തേത് വിസറൽ ഫാറ്റിനെ കുറക്കുന്നു എന്നാണ്. എന്താണ് വിസറൽ ഫാറ്റ്? നമ്മുടെ ശരീരത്തിനകത്തുള്ള
അകത്തേക്ക് കയറുന്ന കാർബോഹൈഡ്രേറ്റ് എക്സസ് ആയിട്ട് വരുമ്പോൾ ലിവറിൽ വെച്ചിട്ട് ഫാറ്റായി മാറും എന്ന് നമ്മൾക്കറിയാം. ഈ ഫാറ്റ് സാധാരണഗതിയിൽ വിസറാസ്, സ്പെസിഫിക്കലി അബ്ഡോമിനൽ വിസറാസ് അല്ലെങ്കിൽ അവയവങ്ങൾക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്നു. മിക്കവാറും ഇതാണ് പല ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന രോഗങ്ങളുടെയും പ്രഥമമായ കാരണം. അതുകൊണ്ട് തന്നെ ഒരു ലാർജ് സ്പെക്ട്രം ഓഫ് ഡിസീസസ്, വളരെ വലിയ തോതിലുള്ള രോഗങ്ങളെ മാറ്റാൻ വേണ്ടി ഈ വിസറൽ ഫാറ്റ് കുറയ്ക്കുക വഴി സാധിക്കും. ഈ വിസറൽ ഫാറ്റിനെ കുറക്കാൻ വേണ്ടി കഴിയുന്നു എന്നതാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലെ ഏറ്റവും പ്രധാനമായ കാര്യം. കാരണം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ശരീരത്തിനകത്ത് നടക്കുന്ന മെറ്റബോളിസം, ഈ മെറ്റബോളിസത്തിൻ്റെ ആക്ടിവേഷൻ കൂടുന്നത് കൊണ്ടാണ് കൂടുതൽ കാലറി ഉപയോഗിക്കപ്പെടുകയും അതുപോലെ തന്നെ വിസറൽ ഫാറ്റ് കുറയാനുള്ള സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നു. വിസറൽ ഫാറ്റ് കൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ഒന്ന് ഡയബറ്റീസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുത്തുകയും ഡയബറ്റീസ് ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ടൈപ്പ് 2 ഡയബറ്റീസിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമായിട്ട് നമുക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കാണാം. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് PCOD, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഓർ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം. ഇതും വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലൂടെ മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതേപോലെ മറ്റൊരു കാര്യമാണ് കൊറോണറി ആർട്ടറി ഡിസീസ്, ഹാർട്ട് ബ്ലോക്ക് എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യങ്ങൾ, അതെറോസ്ക്ലെറോസിസ്. ഈ കൊഴുപ്പടിഞ്ഞുകൂടി ധമനികളിൽ കട്ടി കൂടുന്ന അവസ്ഥയെ പോലും വലിയ പരിധിവരെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി വിസറൽ ഫാറ്റിൻ്റെ കൺട്രോൾ ചെയ്യുക വഴി നടക്കുന്നതാണ്. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറക്കാനും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. എന്താണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ്? നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിൻ്റെ അളവ് കൂടുക എന്നത് ആണ് പ്രധാനമായും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ സംഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ശരീരമാദ്യം ഖലുധർമ്മ സാധകം എന്ന് പറയാറുണ്ട്. അതായത് ഫിസിക്കൽ ഫിറ്റ്നസ്സാണ് പിന്നീട് മനസ്സിൻ്റെ ആരോഗ്യത്തിനെയും സഹായിക്കുന്നത്. അപ്പം ബ്രെയിനെ ആയാലും ബ്രെയിൻ ആക്ടിവിറ്റീസ് ആയാലും ചിന്തകളായാലും മെമ്മറീസ് ആയാലും ഒക്കെ പ്യൂരിഫൈഡ് ഫോമിലേക്ക് വരാൻ വേണ്ടി ഈ പറയുന്ന ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നമ്മളെ ഒത്തിരി സഹായിക്കുന്നതാണ്. കാരണം ഓക്സിഡേഷൻ തടയാനുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം പോലും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ നടക്കുന്നുണ്ട്. ഇതേ കാരണം കൊണ്ട് തന്നെ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു കൺട്രോളിങ് മെഷറും കൂടിയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. നമ്മുടെ ശരീരത്തിൽ എക്സസീവായിട്ട് വരുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ പരിണിതഫലമായിട്ടാണ് പലപ്പോഴും ക്യാൻസറിനുള്ള ട്രിഗറിങ് ഉണ്ടാകുന്നത്. ആ ഒരു ട്രിഗറിങ് ഒഴിവാക്കാനും ക്യാൻസറിൻ്റെ സെൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് കുറക്കാനും കാർബോഹൈഡ്രേറ്റ് റെസ്ട്രിക്ഷൻ വഴി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല വഴികളിൽ ഒന്നാണ്. മേൽപ്പറഞ്ഞ ഗുണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു രോഗപ്രതിരോധ മാർഗ്ഗമായിട്ടോ അല്ലെങ്കിൽ രോഗം വന്നു കഴിഞ്ഞാൽ അത് മാറാനുള്ള ഒരു മാർഗ്ഗമായിട്ടോ നമുക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ 16 മണിക്കൂർ വരെ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ശേഷിക്കുന്ന 8 മണിക്കൂറിൽ നാം എന്ത് കഴിക്കുന്നു എന്നതും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സമ്പുഷ്ടമായ ഒരു മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമായ ന്യൂട്രീഷൻ ഉള്ള ഭക്ഷണം തന്നെ ആ സമയത്ത് കഴിക്കാനും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നല്ല പോഷണത്തോടും നല്ല ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങോടും, അതായത് വിശ്രമത്തോടും കൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിത ചിട്ടയോടെ നല്ല ആരോഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ ഹെൽത്ത് ടിപ്സുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി.